Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഹൽവി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളിത് വീട്ടിലൊക്കെ ബാക്കി വന്നിട്ടുള്ള ചോറ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹൽവ ഒരു 10 മിനിറ്റിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇതിന് ഒരു 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും, വേറെ ഒന്നും ഇതിന് വേണ്ട. ഈ ഒരു ഹൽവ വളരെ സോഫ്റ്റാണ്, പഞ്ഞി പോലെയാണ്. നമുക്ക് ഇത് ഉണ്ടാക്കി കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതൊരു ചോറ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഹൽവയാണെന്ന് പറയത്തേ ഇല്ല. എന്നാൽ നമ്മുടെ വീട്ടിൽ ബാക്കി വന്ന ചോറൊക്കെ വേസ്റ്റ് ആവത്തുമില്ല. ഇതുപോലെ ഒരു 10 മിനിറ്റിനകത്ത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ഹൽവ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആദ്യം ഞാനൊരു 2 ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു 2.5 ടീസ്പൂണോളം നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഞാനിവിടെ 2 ടീസ്പൂണാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ബാക്കി വന്നിട്ടുള്ള റൈസ് എത്രയാണോ ആ റൈസ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടൊന്ന് വറുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റോളം നമുക്ക് ആ ഒരു നെയ്യിലൊക്കെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഞാനിപ്പോൾ ഇവിടെ മട്ട റൈസാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ബാക്കി വന്നിട്ടുള്ള ഒരു കപ്പോളം വരുന്ന ഒരു റൈസാണ്. അപ്പോൾ ആ 1 കപ്പിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പോളമുള്ള മട്ടാര ചോറാണ് ബാക്കി വന്നിട്ടുള്ള അതാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ നെയ്യിൽ ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഇത് ചൂടാറിക്കഴിഞ്ഞ് മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവാണ്, നല്ലതുപോലെ അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് വറക്കാതെ തന്നെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒട്ടി പശ പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറുക്കല്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു മിനിറ്റോളം നിങ്ങളൊന്ന് ഒരു മീഡിയം ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം, കാരണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് 1 മിനിറ്റോളം ഇളക്കി കൊടുക്കുവാണ്. അപ്പോൾ ഇതവിടെ ഒരു മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു മിക്സിയുടെ ഒരു വലിയ ജാറിനകത്തോട്ട് ഈ റൈസ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പോളമുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്, തണുത്ത വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ കണ്ടോ, ഇത് നല്ലതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മളിത് നെയ്യിൽ ഓൾറെഡി ഒന്ന് ഇളക്കിയെടുത്തത് കൊണ്ട് ഇത് ഒത്തിരി അങ്ങ് പശ പോലെ വന്നിട്ടില്ല, വളരെ നല്ല ഒരു കൺസിസ്റ്റൻസിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് അലുവയായിട്ട് എങ്ങനെ വരാമെന്ന് നോക്കാം. അതിനായിട്ട് ഇതാ ഞാൻ അതേ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ പാനിനകത്തോട്ട് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷേ അലുവയ്ക്ക് നമ്മൾ കൂടുതലും നെയ്യാണ് ചേർക്കുക. അപ്പോൾ നെയ്ക്ക് നമ്മൾ എത്രത്തോളം നെയ്യ് കുറയ്ക്കുന്നു അത്രയും ആ ഒരു സ്വാദ് കുറയും കേട്ടോ. അതുകൊണ്ട് നെയ്യ് കുറച്ചധികം ചേർക്കാൻ നോക്കാം. എന്താണെങ്കിലും ഞാനിവിടെ 2.5 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചോറ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു റൈസ് ഹൽവയുടെ ഒരു പ്രത്യേകത, നമ്മൾ ഇതിനകത്ത് കോൺഫ്ലവറോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കണില്ല. അത് ചേർക്കാതെ തന്നെ നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നെയ്യും നമ്മൾ അരച്ചെടുത്ത ചോറും നല്ലതുപോലെ ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാനിതിനകത്തോട്ട് ഇനി പഞ്ചസാരയാണ് ചേർക്കാൻ പോകുന്നത്. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാനിവിടെ 1 കപ്പിന് ഒരു 3 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങളിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നിങ്ങളതിൻ്റെ ഈ ഒരു മിക്സ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പഞ്ചസാര പോരാ എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ 1 കപ്പിന് 3 ടേബിൾ സ്പൂൺ ഞങ്ങൾക്ക് ഇവിടെ കറക്റ്റായിരുന്നു. അപ്പോൾ അതും കൂടെ നല്ലതുപോലെ ഇളക്കിയിട്ട് ഇനി വേറെ ഒന്നുമില്ല, നമുക്കൊരു ലോ ഫ്ലെയിമിൽ തന്നെ ഇടാം. മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 7-8 മിനിറ്റോളം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമുക്കിനി ചെയ്യാനായിട്ട് ഉള്ളത്. ഇളക്കി കൊടുക്കുന്തോറും ഇത് കട്ടിയായി വരും. ഇതിപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ലതുപോലെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കൈവിടാതെ തന്നെ ഇളക്കണം. അത് ഹൽവയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കൈവിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി തിരിച്ച് വരുമ്പോഴത്തേക്കും ആണെന്നുണ്ട് ചിലപ്പോൾ ഇത് അടിയൊക്കെ പിടിച്ചു എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഒരു 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. നമ്മളിതിനകത്ത് വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഞാൻ ഇനി ഇതിനകത്തോട്ട് ഒരു 3 ഏലക്കയുടെ കുരു ഒന്ന് ചതച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ. ചതച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്. ഹൽവയ്ക്കൊക്കെ ഏലക്ക ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കണമല്ലോ. അപ്പോൾ ഞാൻ ഒരു 3 ഏലക്കയാണ് എടുത്തിട്ടുള്ളത്, തൊലി ഇല്ലാതെ കുരു മാത്രം. എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം.
ഇനി അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് 1 ടീസ്പൂണും കൂടെ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യാണ് ഞാൻ പറഞ്ഞ പോലെ ഹൽവയ്ക്ക് മെയിൻ ആൾ. നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ നെയ്യ് ചേർക്കും തോറുമാണ് ഈ ഒരു ഹൽവ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വരിക. ഈ ഒരു നമ്മൾ ചേർക്കുന്ന റൈസ് പെട്ടെന്ന് അത് ഈ നെയ്യെല്ലാം കുടിക്കുന്നത് കൊണ്ടാണ് സോഫ്റ്റായി വരുന്നതും തന്നെ കേട്ടോ. അപ്പോൾ അതാ ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് കളറാണ്. കളറ് നമുക്ക് ഹൽവയ്ക്ക് നല്ല ഭംഗിയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പച്ച പോലെയാണ് കാണിക്കുന്നത്, പക്ഷെ ഇതൊരു മഞ്ഞ കളറിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മഞ്ഞയാണിത്. അപ്പം മഞ്ഞ അത് ഇവിടെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫുഡ് കളർ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഓർഗാനിക് അല്ല, നിങ്ങൾ കടയിൽ നിന്ന് നല്ലതല്ലാത്ത ഒരു ഫുഡ് കളർ ആണെങ്കിൽ ചേർക്കരുത്. അത് ഒത്തിരി ചീത്തയാണ് ശരീരത്തിന്. നിങ്ങൾക്കിപ്പോൾ ബീട്രൂട്ട് വീട്ടിലുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ നീര് നിങ്ങൾക്ക് 2-3 തുള്ളി ചേർക്കാം. അപ്പം അന്നേരം ആ ഒരു പിങ്കിഷ് കളർ കിട്ടും. ഇനിയിപ്പം അതല്ല, നിങ്ങൾക്ക് ഈ ഒരു പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രൗണിഷ് കളറായിട്ട് ഹൽവ കിട്ടും കേട്ടോ. അപ്പം ഈ ഒരു ഷുഗർ തന്നെ ചേർക്കണമെന്നില്ല, നിങ്ങൾക്ക് ശർക്കര ആണെങ്കിലും ചേർക്കാം. അപ്പോൾ അതാ ഞാൻ എന്തായാലും ഇവിടെ ഒരു മഞ്ഞ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു ഓർഗാനിക് കളറാണ്. ഇനി നമുക്കിത് നല്ല കട്ടിയാവുന്നത് വരെ ഇളക്കി കൊടുക്കാമെന്നുള്ളതുള്ളൂ. ഇതിപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നല്ലതുപോലെ തിക്കാവാനും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. അപ്പോൾ ഇതാ 1 മിനിറ്റും കൂടെ ഞാൻ ഇളക്കി കൊടുത്തു. ഇനി അടുത്തത് 1 ടീസ്പൂണും കൂടെ നെയ്യ് ചേർക്കാണ്. നിങ്ങൾക്കിത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഈ ഒരു നെയ്യ് നിങ്ങൾക്ക് ചേർക്കണം എന്നില്ല കേട്ടോ. നെയ്യുടെ അളവ് ഞാനിപ്പം എടുത്തിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് കുറച്ച് ഉപയോഗിക്കാം, എന്നാൽ കൂടുതൽ ഉപയോഗിക്കാം. കുറച്ച് ഉപയോഗിക്കാനാണ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂണ് ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടുണ്ടാവും. ആ ഒരു സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ അത് കുറയ്ക്കാവുന്നതാണ്. നെയ്യൊക്കെ അപ്പം അന്നേരം നെയ്യുടെ ഒത്തിരി ഫ്ലേവർ കിട്ടില്ല എന്നേ ഉള്ളൂ. ഹൽവയ്ക്ക് വേറെ ഒരു കുഴപ്പം വരില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ചെറുതായിട്ട് ഇത് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് പാത്രത്തിൽ നിന്ന്. ഒത്തിരി അല്ല, എങ്കിലും ചെറുതായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ട്സ് ആണ്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ടുമുണ്ട്. നമ്മളിതൊരു ഹൽവ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേലെ ഒന്നൊരു ഭംഗിക്ക് തൂവി കൊടുക്കാൻ. അതൊരു ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിൽ ഇപ്പം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇത് ഈ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന ഒരു പരുവാക്കാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഏകദേശം അപ്പോൾ അതാ നമ്മുടെ 1 മിനിറ്റും കൂടെ ഇളക്കി കൊടുത്തു. നമ്മുടെ ഹൽവയുടെ ഒരു പരുവം ഇവിടെ റെഡിയാണ്. കണ്ടോ, പാത്രത്തിൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. അത് പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കത്തേ ഇല്ല. ആ ഒരു പരുവം ഇത് കണ്ടോ, ഇതൊരു ഹൽവയുടെ ഒരു പരുവാണ്. ഇത് നമുക്ക് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം ഞാനിത് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലോട്ട് നമുക്ക് ആ ചൂടോട് കൂടെ തന്നെ മാറ്റി വയ്ക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ ഒരു കുഞ്ഞ് ഒരു സ്ക്വയർ പാത്രത്തിലാണ് ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിതുപോലെ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ വെളിച്ചെണ്ണയോ ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കാം. നെയ്യാണെന്നുണ്ടെങ്കിലാണ് കുറച്ചും കൂടെ നല്ലത്. ഇച്ചിരി നെയ്യെടുത്ത് നമുക്കിതുപോലെ ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചൂടോട് കൂടെ തന്നെ നമ്മുടെ ഈ ഒരു ഹൽവ നമ്മൾ ഈ ഒരു പാത്രത്തിനകത്ത് വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിതൊന്ന് ലെവലാക്കിയിട്ടുണ്ട്. ഇനി ഇതിന് മേലെ ഞാൻ നേരത്തെ കുറച്ച് കാഷ്യൂ നട്ട്സ്, ഇത് വറുത്തിട്ടൊന്നുമില്ല, വറുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വറുക്കാം. ഞാൻ അങ്ങനെ തന്നെയാണ് ഇടുന്നത്, വറുത്തിട്ടൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലെ ഞാനൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, തികച്ചും ഓപ്ഷണലാണ്, വേണമെന്നൊന്നുമില്ല. ഇനി ഇതൊരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഒത്തിരി നേരമൊന്നും എടുക്കുന്നില്ല. ഒത്തിരി ബൾക്കായിട്ടുള്ള ഹൽവ വരുമ്പോഴാണ് ഒത്തിരി സമയം എടുക്കുക. ഇതൊരു 2 മിനിറ്റിനകത്തൊക്കെ ഇതൊന്ന് ചൂടാറാൻ തുടങ്ങും കേട്ടോ. ചൂടാറി കിട്ടും. അപ്പോൾ ഇതാ ഇവിടെ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് വേറൊരു പ്ലേറ്റിലോട്ട് ഇതൊന്ന് തിരിച്ച് ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഇതാ ഞാനിതൊന്ന് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് പ്രോപ്പറായിട്ട് വിട്ട് വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ആ സൈഡിന് കുറച്ചൊരു പ്രശ്നമുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ഹൽവ ഇവിടെ റെഡിയാണ്. റൈസ് കൊണ്ടുള്ള നോക്കിക്ക് തൊട്ട വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണ്. ഇത് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഹൽവയിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ തേങ്ങാപ്പാലോ അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല. 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് ഞാനിത് പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും
എന്താ പറയുക, ഒട്ടും തന്നെ ഹാർഡല്ല, വളരെ സോഫ്റ്റാണ്. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പം നമുക്ക് 10 മിനിറ്റിനകത്ത് വീട്ടിൽ ബാക്കി വന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, കണ്ടോ, ഇത് തൊടുമ്പത്തേക്കും മുറിയുന്ന അത്രയും വായിലിട്ട് കഴിഞ്ഞ് അലിഞ്ഞു പോകുന്ന നമ്മുടെ റൈസ് റെഡിയാണ്. ഇനി നമ്മുടെ വീട്ടിൽ എന്ത് റൈസ് ബാക്കി വന്നാലും നമുക്കിനി കളയണ്ട. നമുക്കത് ഇച്ചിരി റൈസ് ആണെങ്കിൽ പോലും അത് നമുക്ക് ഇതുപോലെ ഒരു ഹൽവ ഒരു 5-10 മിനിറ്റിനകത്ത്, കുറച്ച് റൈസ് ആണെങ്കിൽ ഒരു 5 മിനിറ്റിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ഹൽവയാണിത്. അപ്പോൾ ഈ ഹൽവ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.